ലൈറ്റ് ഭയങ്കര സീനം. അത്ര വെയിലാണ് ഇവിടെ. ഹായ്. ഞങ്ങള് ഇന്നൊരു 5 ആൾക്കാർ കൂടിയിട്ട് രാമേശ്വരം, മധുരൈ, ധനുഷ്കോടി ഭാഗ ഒന്ന് കറങ്ങാൻ പോവാണ്. ഒരുപാട് കാലത്തെ ഞങ്ങളെ ആഗ്രഹമായിരുന്നു അത്രയും ദൂരം ഒന്ന് പോയി വരണമെന്ന്. പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് ബൈക്കിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് നേരെ വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ പോകുന്ന നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിലാണ് ഞങ്ങളിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് രാമേശ്വരം, ധനുഷ്കോടി ഭാഗത്തേക്ക് പോകാനായിട്ട് ഞായറാഴ്ച ഷൊർണൂർ എന്നൊരു വീക്കിലി എക്സ്പ്രസ് ഉണ്ട് എല്ലാ ഞായറാഴ്ചയായിട്ട്. അത് ഞായറാഴ്ച രാത്രി 12:15 നിൽക്കുക. അപ്പോൾ ഞങ്ങളിവിടെ നിലമ്പൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഒരു 8:15 ട്രെയിൻ ഉണ്ട്. അതൊരു 9:45 ഷൊർണൂരിലെത്തും. ഷൊർണൂരിലെത്തി കഴിഞ്ഞ് പിന്നെ ഒരു 12:15 വരെ അവിടെ പോസ്റ്റാണ്. അപ്പോൾ അത്രയും നേരം നമുക്ക് അവിടെ ഫുഡ് കഴിക്കുകയും ചെയ്യാം, അത്യാവശ്യം റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. നമ്മുടെ 5ാമത്തെ തവണ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സുരി തൊഴിൽ കേട്ടില്ലേ? എന്തായാലും ഷൊർണൂരിൽ ബാക്കി പറയാം. സമയം ഇപ്പോൾ കറക്റ്റ് 9:45 നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൃത്യസമയത്ത് തന്നെ ഷൊർണൂരിൽ ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് 12:15. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് 12:15 വരെയുള്ള ടൈം ഇവിടെ പോസ്റ്റാണ്. നമ്മൾ കണ്ടാൽ തന്നെ വന്നത് തന്നെ. അത്ര ടൈം നമുക്കിവിടെ AC റൂമെല്ലാം അവൈലബിൾ ആണ്, വെയിറ്റിംഗ് റൂം. അവിടെ 30 രൂപ കൊടുത്താൽ നമുക്കിവിടെ AC റൂമിൽ വെയിറ്റ് ചെയ്യുകയും ചെയ്യാം. വെറുതെ ഇരിക്കല്ലേ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉള്ള സംസാരിച്ചുകൊണ്ട് ടൈം പോകാൻ അറിയില്ലല്ലോ. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് പോവുക, അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ക്ലോക്ക് റൂമിൽ ഫെസിലിറ്റി ഇവിടെ ഷൊർണൂരുണ്ടോയെന്ന് അന്വേഷിക്കാനായിട്ട് പോയി നോക്കണം. അതറിയില്ല, സാധനം തൂക്കിട്ട് നടക്കുന്ന അത്ര വലിയ ഓപ്ഷൻ അല്ല. ഷൊർണൂർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലോക്ക് റൂമിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബാഗ് ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് കൊടുത്താൽ നമുക്കിവിടെ ക്ലോക്ക് റൂമിൽ അത്യാവശ്യം ടൈം നമുക്കിവിടെ വെക്കാം. അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ചു നിർത്താൻ മതിയല്ലോ. പിന്നെ അത്ര നേരം ബാഗ് തൂക്കിട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട്. അത് വീക്കിലി സൺഡേ മാത്രമേ ഇവിടെ സർവീസ് ഉള്ളൂ ഷൊർണൂരിൽ നിന്ന്. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കിയപ്പോൾ ഒരു 12 മിനിറ്റോളം ലേറ്റാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി. നമുക്കൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ. അതുപോലെ കണക്ഷൻ ട്രെയിനൊക്കെ വരുമ്പോൾ, ഡയറക്റ്റുള്ള ട്രെയിനൊക്കെ വരുമ്പോൾ നമുക്കൊരിക്കലും ട്രെയിൻ ഓൺ ടൈം എത്തുന്നത് നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മളനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണം. ഇതിപ്പോൾ നോക്കിയപ്പോൾ ഒരു 12 മിനിറ്റ് ലേറ്റാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ അറിയില്ല, ഇന്ത്യൻ റെയിൽവേ അല്ലേ, ചിലപ്പോൾ കറക്റ്റ് സമയത്ത് എത്തിക്കുകയും ചെയ്യും. നോക്കാം. ഇനിയിപ്പോൾ റെയിൽവേയിൽ വന്ന് നിങ്ങൾ വെയിറ്റിംഗ് റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് AC വെയിറ്റിംഗ് ഹാള് അവൈലബിൾ ആണ്. അതിന് റൂം റേറ്റ് ഒരു മണിക്കൂറിന് 30 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. വെയിറ്റിംഗ് ടൈം ചിലവാക്കുന്നത് എങ്ങനെ? ഇതുവരെയായിട്ട് ഞങ്ങൾ ട്രെയിൻ എത്തിയിട്ടില്ല. ഈ സമയത്ത് ഇവിടെ ട്രെയിൻ എത്തേണ്ടതാണ്. 12:10 ഇവിടെ വന്ന് 12:15 എടുക്കുന്ന ട്രെയിനാണ്. അതെ, 12:20 ഇതുവരെ എത്തിയിട്ടില്ല. ഒച്ചയില്ലാത്ത ട്രെയിനാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് രാമേശ്വരം വരെ പോകാനുള്ള ബാംഗ്ലൂരു സെൻട്രൽ രാമേശ്വരം എക്സ്പ്രസ് ഇതാ നമ്മുടെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. നമുക്ക് കയറാണ്ട കോച്ച് B5 ആണ്. B2 എത്തി. നമ്മൾ B5 ആണേ. B5 B3 എത്തി. ഈ B4 B5 അപ്പത്ത് B5 അണ്ണാ കുറച്ച് സ്ഥലം തരുവാറിഞ്ഞോ ഇവിടെ നിർത്തണാവോ?
ആടാ ഇവിടുന്ന് വരാൻ മതി. പക്ഷേ അങ്ങോട്ട് വേണ്ട, ഇവിടുന്ന് വരാം. B5 വാ. അങ്ങനെ ഞങ്ങൾ B5 AC കോച്ചിലെത്തിയിരിക്കുകയാണ്. ആർക്കാ ഡിവിഷൻ കേസ് വേറെ കണ്ടീഷൻ എങ്ങനെ തുറക്കുക കേട്ടല്ലേ? അത് അങ്ങോട്ടോ ആണോ? AC കോച്ചിനകത്ത് എല്ലാവരും കടന്നിട്ടുണ്ട് ഏകദേശം. ഞങ്ങൾ ടിക്കറ്റൊക്കെ ഞങ്ങൾ നോക്കട്ടെ. ആ ടിക്കറ്റ് എടുക്കണം. 42 30 തരുള്ളൂ. വാ. സക്സസ്ഫുള്ളി ഞങ്ങളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ AC ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒച്ചപ്പാടും പോകുന്നതിനകത്ത് പറ്റത്തില്ല. എല്ലാവരും ഇപ്പോൾ ഒരു 12:30 ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ആദ്യം ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യുന്ന പരിപാടിയല്ല. എന്നാലും എല്ലാവരും സീറ്റായിട്ടുണ്ട്. അങ്ങനെ 7:30 നമ്മുടെ രാമേശ്വരത്തോട് പോകുന്ന ഫാമിലി സെൻറ്റർ രാമേശ്വരം എക്സ്പ്രസ് ഇവിടെ മധുരയിൽ എത്തിയിട്ടുണ്ട്. സമയത്ത് തന്നെയാണ്, അധികം വൈകിട്ടൊന്നുമില്ല. വണ്ടിന് കൃത്യസമയത്താണ് നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10:55-11 മണിയാകുമ്പോൾ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ ചെന്നാൽ മതി. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിടക്കാനായിട്ട്. പിന്നെ നമുക്കിവിടെ ഏറ്റവും മെയിനായിട്ടുള്ളത് പാമ്പൻ പാലം തന്നെയാണ്. കടലിൻ്റെ മുകളിലൂടെയുള്ള റെയിലിൻ്റെ എക്സ്പീരിയൻസ്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്രയിൽ തന്നെ മെയിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, കടലിൻ്റെ മുകളിലൂടെയുള്ള ഈ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങോട്ട്. ഇനിയിപ്പോൾ 2-3 അടുത്ത സ്റ്റേഷൻ നിന്ന് മനമധുരയാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്മുടെ പരിപാടി വരാൻ പോകുന്നത്. ഏത് നമ്മുടെ പാമ്പപാലത്ത് കൂടെയുള്ള റെയിൽ യാത്ര. ഞങ്ങളിതിപ്പോൾ കറക്റ്റ് മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താനായി. ഈ മണ്ഡപം കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ പാമ്പൻ പാലത്തിലൂടെ യാത്ര വരുന്നത്. ഇത് ആ സൈഡിലൊക്കെ കണ്ടോ? അവിടെയൊക്കെ ഒരു ഭാഗം കടലാണ്. മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ നല്ല ക്ലൈമറ്റ്, അത്യാവശ്യം നല്ല ഹോട്ടാണ്. നാട്ടിലെ മഴ കണ്ടിട്ട് ഇവിടെ മഴയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ വരികയാണ്. പക്ഷേ വെയിൽ ഉഗ്രം വെയിലാണ്. പാലത്തിനടുത്ത് എത്തി വന്നപ്പോൾ തന്നെ ഇതേ കടലൊക്കെ തൊട്ടു മുന്നിൽ കണ്ടു തുടങ്ങിട്ടോ. എൻ്റെ അറിവിൽ റെയിലിൽ കൂടെ പോകുമ്പോൾ ഇതേപോലെ കടലും ബീച്ചൊക്കെ അടുത്ത് കാണുന്ന ലൊക്കേഷൻ നമ്മുടെ രാമേശ്വരത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് അടിപൊളിയാണ് കേട്ടോ, ലക്ഷണമൊക്കെ വ്യൂ തന്നെയാണ്. അപ്പം ഇനി പാമ്പൻ പാലം ഒന്നും ഒരിക്കലും ഒന്നും പറയാണ്ടാവില്ല, അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. കണ്ടില്ല, ഇതായിരുന്നു പഴയ പാമ്പൻ പാലം എന്ന് പറയുന്നത്.
ട്രെയിന് കറക്റ്റ് സമയം അഥവാ 10:55 എത്തേണ്ട ട്രെയിൻ എത്തിയത് ഇപ്പോൾ 10:30. അവിടെ ഷൊർണൂരിൽ ലേറ്റ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ എത്താൻ ലേറ്റാണ്, പക്ഷെ എത്തിയില്ല. നമ്മളൊരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല, കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലേക്ക് പോകണം. അതിലെന്തെങ്കിലും ഒരു ക്യാബ് എടുക്കണം, അതല്ലെങ്കിൽ ഇവിടുന്ന് ഷെയർ ഓട്ടോ ഉണ്ട്, ആ ഷെയർ ഓട്ടോക്ക് പോകണം. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നത് നോക്കാം. രാമേശത്തെ ബ്ലോക്ക് ചില്ലറല്ല, നല്ല ബ്ലോക്കാ. കുറേ നേരമായി ബ്ലോക്ക് പെട്ടി ഇങ്ങനെ നിൽക്കുന്നത്. ആ റൂമിൽ എത്തി കിട്ടി നമുക്ക് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള പരിപാടിയായിട്ട് ഇറങ്ങാൻ. അങ്ങനെ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തി കിട്ടി. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ സെന്തൂറാൻ റെസിഡൻസി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് വേഗം ബൈക്ക് റെന്റ് കിട്ടുവരാൻ വേണ്ടി പുറത്തേക്ക് വരാം. എന്നിട്ട് ആ ബൈക്ക് എടുത്തിട്ട് വേണം ഇനിയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണാം. ഞങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ധനുഷ്കോടിയാണ്. പോലെ ഞങ്ങളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം എവിടെയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതും തപ്പണം, പിന്നെ ബൈക്ക് റെന്റ് കിട്ടുമെന്ന് നോക്കണം, എല്ലാം ചെയ്യാം. ഇറങ്ങിയാവട്ടെ. ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇതാണ് ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടൽ സെന്തൂരാൻ പറയും. ഞങ്ങൾ ഹോട്ടലിലെ ഫെസിലിറ്റി കാര്യങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ആയ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ള കോൺടാക്ട് ചെയ്ത് നോക്കാമല്ലോ വരുന്നവർക്കൊക്കെ. ഞങ്ങൾ ഹോട്ടലിൽ ഓപ്പോസിറ്റുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. റൂഫ് ടോപ്പിൽ അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, കഴിച്ചേക്കണം. ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഫുഡിനൊക്കെ ഒടുക്കത്തെ റേറ്റാണ് മോനെ, നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഈ ഏരിയ നല്ല റേറ്റാണ്. ബിരിയാണിൻ്റെ തലക്കാലം ഫ്രൈഡ് റൈസ് പറഞ്ഞു, അതങ്ങനെ കോമൺ ആയിട്ട് എല്ലാ നാട്ടിലുള്ളതല്ലേ, വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞങ്ങളിപ്പോൾ ഈ ഹോട്ടലിലാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിനി ധനുഷ്കോടി ഭാഗത്തേക്ക് ഏതാണ്ട് 12 സ്പോട്ടുണ്ട് നമുക്ക് ധനുഷ്കോടിയിലായിട്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് ബൈക്ക് എടുത്ത് പോകാന്നാൽ അത്ര ഓപ്ഷനബിൾ അല്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ബൈക്കിൻ്റെ സർവീസും നിർത്തിയിട്ടുണ്ട്. പല ഇഷ്യൂസ് കാരണം ബൈക്ക് സർവീസ് ഇപ്പോൾ ധനുഷ്കോടിയിലോട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു കാറ് വിളിച്ചേക്കാണ്. ടാക്സി ആളടക്കം ഉണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ 5 പേർക്ക് മൊത്തം ധനുഷ്കോടിയിലെ 12 സ്ഥലവും 4 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുന്നതിനായിട്ട് മൊത്തത്തിൽ ഒരു 3000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ തോന്നി. അവിടെ തുടക്കല്ലേ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ഇവിടുത്തെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താ? ഇനിയിപ്പോൾ ഫ്ലോട്ടിംഗ് സ്റ്റോണായിട്ട് മെയിനായിട്ടൊരു അട്രാക്ഷൻ ഉള്ളത്. അത് കാണണമെങ്കിൽ ഈ തിരക്കിനുള്ള കൂടെ അത് പുറത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. നമ്മുടെ ഉദ്ദേശിക്കാട്ട് നല്ല തിരക്കുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിനകത്ത് വീഡിയോ ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വഴിയരികളൊക്കെ ശംഖ് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെന്നെ കൈകൊണ്ട് ഉണ്ടാക്കണേക്കാണ്. ഒരെണ്ണത്തിന് 100 രൂപ. ചെവിയിലാക്കണം. ഞാൻ കേട്ടോ സൗണ്ട് വരുമല്ലേ? ഊതുന്നതില്ല, ഇത് ഊതുന്നത് ഊതടാ. എങ്ങനെയാണ്?
നടക്കോ? കിട്ടി. സെറ്റ് അതന്നെ ഒന്നൂടെ പോയി 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 ആടാ നിർത്തിയാ പോരി. ആളെ കുറെ പോയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. മോശോട്ടെ എന്തെങ്കിലും മേടിക്കടാ. ഒന്ന് മേടിക്കടോ. ഈ കീച്ചന് ഇവിടെ 20 രൂപ, ഇതിന് 200 രൂപ, ആ പാക്കറ്റിൽ 800 രൂപ, അതിൻ്റെ അപ്പുറത്തുള്ളതിന് 100 രൂപ. ഇത് രാമേശ്വരത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഗ്നി തീർത്ഥം എന്ന സ്ഥലമാണ്. എൻ്റെ പ്രത്യേകത എന്താണ് കറക്റ്റ് അറിയില്ല, നോക്കി തന്നെ വേണം. അത് ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അയ്യോ സൈക്കിള മോനെ, നല്ല ചൂടാണ്. ഇനിയിപ്പോൾ അടുത്ത നേരെ ധനുഷ്കോടിക്ക് വേണ്ടി വരും. അവിടെ അടുത്ത സ്റ്റോപ്പ്, അടുത്ത ഡെസ്റ്റിനേഷൻ ഹൗസ് ഓഫ് അബ്ദുൽ കലാം സാറിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് ഫ്ലോറിലാണ്. കലാം സാറ് ഇവിടുത്തെ താഴത്താണ്. അവിടെ നേരെ മുകളിലോട്ട് കയറി വന്നാൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. നമുക്ക് എന്തെങ്കിലും വല്ല താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതങ്ങനെ ആരെ കാണിക്കാൻ നിന്നിട്ടില്ല, എടുക്കാൻ നിന്നിട്ടില്ല. ഇതെന്താ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അവിടെ. വളർന്നാച്ചിപ്പം ഇനി നേരെ ധനുഷ്കോടിയിലോട്ട്. ഇവിടുത്തെ കാഴ്ചകൾ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇതാണ് ബാക്കിൽ കുറച്ച് ചെക്കന്മാരുണ്ട്. അപ്പം ഈ നേരം ധനുഷ്കോടിക്ക് പോവാം. ആ റൂട്ടിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 കടലിന് നടുവിലൂടെ റോഡ്. പെട്രോൾ 150. നമ്മുടെ 114. പെട്രോളിന് ആകെ 150 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 114 പ്ലസ്. എന്താല്ലേ ഒന്നും പറയുന്നില്ല, പറഞ്ഞ പിന്നെ അതൊരു കുറ്റാവും. അതെ, പറയാണ്ടിരിക്കുക. ധനുഷ്കോടി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടൊക്കെ അതിമനോഹരാട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ എപ്പോഴും ബെസ്റ്റ് ഒരു കാർ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു ബൈക്ക് എടുക്കുന്നതന്നെ. കാരണം ഇത് മൊത്തം നമ്മൾ തീരെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോഴേ ബൈക്ക് തന്നെ നല്ലത്. നമുക്ക് തന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാർ സെലക്ട് ചെയ്തെന്നുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് നേരെ 13 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് റോഡാണ്. യാതൊരു വളവോ തിരിവോ ഒന്നുമില്ലാത്ത നേരെ സ്ട്രെയിറ്റ് റോഡ്. ബൈക്കിൽ വന്ന് അടിച്ച് മിന്നി പോവാം. രക്ഷയിലുണ്ട്. ധനുഷ്കോടി എത്തിയിട്ട് ഇവിടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. 1964 ഇവിടെ ഒരു ഭയങ്കര ചുഴലിക്കാറ്റ് സുനാമിയൊക്കെ വന്നപ്പോൾ അടിച്ച് വീശി പോയതാണ് ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ധനുഷ്കോടിയിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോയാലും കാണാവുന്നൊരു കടയായിരിക്കും ഇപ്പോൾ ഇത്. ശംഖു കൊണ്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ അടുത്തായിട്ടുണ്ടാവും. കണ്ടാ കിട്ടിയോ? ഇതാണ് ഇവിടുത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ പാളമൊന്നും കാണാനല്ലോ പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞു കാട് കുടിക്കണ ഇതാണ് ഇപ്പോഴത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. അതാണ് ഞാൻ നോക്കാം. റെയിൽ പാളം കാണുന്നില്ല. ഇതാ തോന്നുന്നുണ്ട്. അരിച്ചാല
റെയിൽവേൻ്റെ ബാക്കിക്ക് വന്ന ഇതുപോലെ അടിപൊളി നൈസ് സ്പോട്ട് നമുക്ക് കാണാം. ഓക്കെ, ബാക്കിൽ മൊത്തം കടലാണ്. ചതുപ്പ തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് കാണാൻ അടിപൊളി. പിന്നെ 1964 വരെ ധനുഷ്കോടിയിലുള്ള എല്ലാ ആളുകളും ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടായിരുന്നു ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന ചെയ്തിട്ടുണ്ടായിരുന്നു. ധനുഷ്കോടി ഓൾഡ് ടെമ്പിൾ ആൻഡ് സ്പേസ് വെർ ലോർഡ് രാമ വാസ് വർഷിപ്പ്. അത് മാത്രമല്ല പറഞ്ഞതുപോലെ തന്നെ ലോർഡ് രാമ, അതാണ് നമ്മുടെ രാമൻ, ഇവിടെ വന്നിട്ടാണ് വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളാം അല്ലേ? സ്വാമി സംഭവം ധനുഷ്കോടി ഒരു 1 ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, നേരെ വന്നു. ഇവിടെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ടാൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല ഏതായാലും ഈ എക്സ്പീരിയൻസ്. പിന്നെ ഇതായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എല്ലാം അന്നത്തെ ആ ഒരു ചുഴലിക്കാറ്റിൽ നശിച്ച് നാറാണക്കല്ലടിച്ച് പോയിട്ടുണ്ടെന്ന് പറയാം. ഇത് ധനുഷ്കോടി വന്നതായിട്ടുള്ള അടുത്ത ഏറ്റവും മേജറായിട്ടുള്ള അട്രാക്ഷനാണ് ഇവിടെ അതേ ചുഴലിക്കാറ്റിൽ നശിച്ചു പോയിട്ടുള്ള ഓൾഡ് ചർച്ച് എന്ന് പറയുന്നത്. ആസ് ഓഫ് ഓൾവേസ് ഇതിൻ്റെ ചുറ്റിലും ഒരുപാട് കടകൾ അതേപോലെ ഇവിടെയുണ്ട്, ആ സൈഡിലുണ്ട്. മെയിനായിട്ട് അവിടുത്തെ പോലെ തന്നെ ശംഖിൻ്റെ അതേ ഐറ്റംസാണ് ഇവിടെയുണ്ട്. ശംഖ് ഐറ്റംസ് രാമേശ്വരത്തിന് ഒരു കുറവില്ല. എവിടെ നോക്കിയാലും ശംഖ് ഐറ്റംസാണ്. ഈ പാസേജിലൂടെ അല്ല ആ ഒരു എൻട്രി ഉണ്ടല്ലോ, നേരെ ബീച്ചിലോട്ട് കയറി തന്നെ എൻട്രി, അത് അടിപൊളിയാണ്. അത് രാമേശ്വരത്ത് തന്നെ പിന്നെ വേറെ എക്സ്പെക്ട് ചെയ്യണ്ടേ, ഞാൻ തന്നെ നമ്മൾ രാമേശ്വരത്ത് വരുന്നത്. ധനുഷ്കോടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൊക്കേഷൻ ലൈറ്റ് ഹൗസ്. പിന്നെ കയറിയ വ്യൂ എങ്ങനെയാണ് നമുക്ക് മേലെ കയറിയിട്ട് കാണാം. ഇവിടെ എൻട്രി ഫീസ് 10 രൂപയാണ് വരുന്നത്. മേലെ നടന്ന് കണ്ട ആവശ്യമില്ല, ലിഫ്റ്റ് നടന്ന് നേരെ മേലക്കെടുത്ത് സംഭവത്തിലുണ്ട്. എന്തായാലും മേലെ കയറിയിട്ട് ബാക്കിലേക്ക് നമുക്ക് ഡയറക്റ്റ് കാണാം. നൈസാവുന്ന പ്രദേശം ഉണ്ടാ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. മേലെ നിന്ന് നമുക്ക് വ്യൂ കാണാം. ടിക്കറ്റ് വന്നിട്ട് അയ്യോ അത്രയും നീളം വരി ഉണ്ടല്ലോ. ബാബാ ലിഫ്റ്റ് നോക്കിയാലോ, എല്ലാം താഴെ നിൽക്കുന്നത്. അവർ താഴെ നിൽക്കട്ടെ, അവർ താഴെ സിമ്പിൾ. നമ്മൾ
വൈകിട്ടോ കാറ്റും വർത്ത് മോനെ വർത്ത് 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 കിടിലം വ്യൂ മോനെ മേലെ പോയാ ഇതിനപ്പുറം കാണാം മോനെ ഓരോ മിനിറ്റും കാണുന്ന വ്യൂ ഉണ്ടല്ലോ കിടിലം ദൈവമേ എത്ര സ്റ്റെപ്പ് ഇനി കയറാണ്ടോ അയ്യോ മേലെ കയറിട്ട് കാണാം ഫൈനലി നടന്ന് 250 സ്റ്റെപ്പ് കയറിട്ട് കൈറ്റസിന്റെ മേലെത്തിണ്ട് ചേട്ടല്ലേ ഇതൊന്നും ഞങ്ങൾ തളരുകയുമില്ല മോനെ ലൈറ്റ് ഹൗസിന്റെ മേലെ കയറി കണ്ടിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ ഇറ്റ്സ് വൺ ഓഫ് സൂപ്പർ എക്സ്പീരിയൻസ്. ഒരു സൈഡ് കടൽ മറ്റേ സൈഡും കടൽ അതിൻ്റെ നടുക്ക് കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് അതിൽ ഏറ്റവും എൻഡ് നോക്കിയാൽ നമുക്ക് പോകാമല്ലേ അത് ധനുഷ്കോടിയുടെ ലാസ്റ്റ് റോഡ് നമുക്ക് കാണാം. ആ ഭാഗത്താണ് നമ്മുടെ ലാസ്റ്റ് റോഡ് ഉണ്ടാകുന്നത്. അവിടേക്കാണ് നമുക്ക് പോകുന്നത്. പിന്നെ കിടിലൻ വ്യൂ ആണ്. കിടിലൻ വ്യൂ 240 സ്റ്റെപ്പ് നടന്ന് കയറിയാൽ എന്താ നല്ല വ്യൂ തന്നെ. അയ്യോ നിന്നൊക്കെ പിടിച്ചതാ നിന്നൊക്കെ പിടിച്ചതാ ഇല്ല. നമ്മൾ കുറച്ച് പൊടി ഉണ്ട് പറഞ്ഞപ്പോൾ ചെക്കൻ ആത്മാർത്ഥത്തോടു കൂടി ചെയ്ത് തന്നെ കണ്ടല്ലേ. നല്ല സിൻസറായിട്ടുള്ള ഡ്രൈവറാട്ടാ. എത്രയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഇല്ല പുറത്തെ വിഷ്വൽസ്. അതുകൊണ്ട് തന്നെ നീ പൊടി ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ധനുഷ്കോടി എത്തിയിട്ടുണ്ട് മക്കളെ. നല്ല റഷാ. അതാണ് വണ്ടി അത് ധനുഷ്കോടി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടോ നല്ല തിരക്കടി വാ. മാങ്ങ മേടിക്കാം. മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, വത്തക്ക ഉണ്ട്, കക്കരി ഉണ്ട്, മാംഗോ ഉണ്ട്. മാങ്ങ വീട് പൈനാപ്പിൾ എടുക്കാം. എവളോ അവിടെ 30 രൂപ. 30 2 കൊടുക്കാം. കാശോ ഗജാഞ്ചി എവിടെ? ഉണ്ണിക്കുട്ടാ ഗജാഞ്ചി പോച്ചു. ഇനി ആ മുനമ്പ് വരെ നടക്കാനുള്ളതാണ്. കാരണം വണ്ടി പാർക്കിംഗ് ഏകദേശം ഈ ഒരു ഏരിയ വരെ ഉള്ളു. നമ്മളൊരു പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട്. ലിജിലാണെങ്കിൽ അവൻ്റെ കയ്യിലൊരു മാങ്ങയും മേടിച്ചിട്ടുണ്ട്. തലക്കാലം അതും കഴിച്ച ശേഷം അങ്ങോട്ട് ആ ദൂരം വരെ നടക്കാൻ നിയർലി ഒരു 1 കിലോമീറ്റർ ഉണ്ടാവില്ല നടക്കാൻ. റഷ സമയം ഏകദേശം 6 മണിയായിരുന്നു. അത് ധനുഷ്കോടി വരാനായിട്ട് ഒരു ഏകദേശം 6 മണി അല്ലെങ്കിൽ 5:30 സമയത്തിന് ശേഷം ധനുഷ്കോടിയിലോട്ട് എത്തിപ്പെടാൻ ശ്രമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെയിലിൽ നിന്ന് ഒരു ഭാഗം കിട്ടും. വലിയ വെയിലും കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം മറ്റു സമയത്ത് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ടൊരു കാര്യം ഇതാകുമ്പോൾ കുറച്ച് തണലുണ്ടായതുകൊണ്ട് വലിയ ഫീലില്ല. അപ്പോൾ ധനുഷ്കോടി വരാൻ പ്ലാൻ ഉണ്ട്. 5 അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഈ ധനുഷ്കോടി ഭാഗത്തേക്ക് വരാൻ പറ്റും. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ വെയിലുണ്ടാവില്ല. ഒരു സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന സമയത്ത് വരാണെങ്കിൽ സൺസെറ്റും കാണാം. പിന്നെ അധികം സൂര്യൻ്റെ പ്രശ്നമില്ല. വലിയ വെയിലൊന്നുമില്ലാതെ നമുക്കിവിടെ കറക്റ്റായിട്ട് ആ വൈബ് ആസ്വദിച്ച് പോകാം. അല്ലാത്ത 2 മണി 1 മണി സമയത്ത് വരികയാണെങ്കിൽ ഭയങ്കര സീനാണ്. അത്ര വെയിലാണ് ഇവിടെ.
Already stopped us, bro. Australia mango. ഇവിടെ ധനുഷ്കോടി വരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അസാൻ ഓക്കെ, എല്ലാരും ഇവിടെ വന്ന് കഴിക്കാം. ഓക്കെ, ഫൈനലി ഞങ്ങളുടെ ട്രിപ്പിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ധനുഷ്കോടി, ദ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും സൗത്തിലെ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, ദ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ശ്രീലങ്ക പറഞ്ഞ പോലെ ആകെ 18 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഉദ്ദേശിച്ചത് അതാണ്. ഫൈനിങ് ഔട്ട്